പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പല മുഖങ്ങളും എനിക്ക് അപരിചിതമാണ്, എങ്കിലും ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ ചെറിയവനായ എളിയവനായ എനിക്ക് ലഭിച്ച ഈ മനോഹരമായ പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. അല്പസമയം ദൈവജനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം, കർത്താവിൻ്റെ നാമം മാത്രം ഉയരണം. മാനുഷികമായിരിക്കുന്ന ഒരു പുകഴ്ച കേൾക്കാതെ ദൈവത്തിന്റെ ശബ്ദം മാത്രം ഇന്ന് രാത്രി നമ്മൾ കേട്ട് മടങ്ങുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദുർബലമായിരിക്കുന്ന ആശയങ്ങൾക്ക് വഴിവെക്കാതെ അങ്ങ് ദൂരഭാവിയിൽ നമ്മുടെ കർത്താവായ യേശു വീണ്ടും വരും. അരുമനാഥന്റെ വേഗപ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന കർത്താവിന്റെ ഈ മണവാട്ടികളെ ഓർത്ത് ഞാൻ ഉൾപ്പെടെ ഉള്ള മണവാട്ടിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. ഇനി ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നതും നമ്മുടെ കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവാണ്. അതുകൊണ്ട് അതിനൊരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം. സത്യത്തിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാനാണ് വളരെ ഇഷ്ടവും വലിയ താല്പര്യവും. എൻ്റെ 90% പ്രസംഗങ്ങളും അതാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ വന്നിരിക്കുന്ന എല്ലാം ദൈവമക്കളാണല്ലോ, വിശ്വാസികളാണല്ലോ. നമ്മൾ ഒരുപാട് കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ കാണാതെ അറിയുകയും പ്രസംഗം കേൾക്കുകയും ചെയ്ത ദൈവമക്കളാണ്. പ്രത്യേകിച്ച് ദാനിയേലിന്റെ പുസ്തകം, വെളിപ്പാട് പോലുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളം കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യുന്ന ദൈവമക്കളെ ആണല്ലോ. അതോർത്ത് ഞാൻ ആ ഭാഗം പിൻ ചെയ്ത് മാറ്റിവെക്കുന്നു. മറ്റൊരു വചനം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യം ആരെങ്കിലും ഒരാൾ ഒന്ന് ശബ്ദമൂർത്തി വായിക്കുമോ? 12-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവന് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മതി മതി മതി. ഈ എബ്രായ ലേഖനം ഇന്ന് നമ്മള് ഇന്നത്തെ ബൈബിൾ കോളേജിൽ, ഈ കാലഘട്ടങ്ങളിലെ ബൈബിൾ കോളേജുകളിൽ സെപ്പറേറ്റ് ഒരു വിഷയമാണ്. എസ്കറ്റോളജി, ഹെർമനറ്റിക്സ്, പരിശുദ്ധാത്മാശാസ്ത്രം, ഇതൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ എബ്രായ ലേഖനം ഒരു പ്രത്യേക സബ്ജക്റ്റ് ആയിട്ട് ഇന്നത്തെ എല്ലാ കോളേജുകളിലും, അത് ബാപ്റ്റിസ്റ്റിന്റെ ആകട്ടെ, നമ്മുടെ ബാപ്റ്റിസ്റ്റിന്റെ തന്നെ മാത്രമല്ല, ബ്രദറുകാരുടെ, നമ്മുടെ പെന്തക്കോസ്ത് വിഭാഗത്തിന്റെ ഒക്കെ കോളേജ്, എല്ലാ ബൈബിൾ കോളേജുകളും സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് ആണ് ഈ എബ്രായ ലേഖനം. എബ്രായ ലേഖനം 13 അധ്യായങ്ങളും 303 വാക്യം മാത്രമുള്ള ഒരു മനോഹരമായ ലേഖനമാണ്. ഇത് അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസ് എഴുതിയതാണ്. നമുക്ക് അതിന്റെ പശ്ചാത്തലം ഞാൻ പോകുന്നില്ല. ഇവിടെ യഹൂദ മതം വിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചവരാണ് എബ്രായ ക്രിസ്ത്യാനികൾ. യഹൂദ മതം വിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവർക്ക് 3 വിധത്തിലെ പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, വേഷഭൂഷാദികൾ അണിഞ്ഞ അവരുടെ പുരോഹിതനെ അവർക്ക് നഷ്ടപ്പെട്ടു. 2, അവരുടെ ആണ്ടുകളും പെരുന്നാളും വാവുകളും അവർക്ക് നഷ്ടപ്പെട്ടു. 3, അവരുടെ സ്വന്തം ബന്ധുക്കാരെ അവർക്ക് നഷ്ടപ്പെട്ടു. 3 നഷ്ടമാണ്. ഒന്ന്, അവരുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ പുരോഹിതന് നഷ്ടപ്പെട്ടു. 2, അവരുടെ ആണ്ടുകളും പെരുന്നാളുകളും വാവും ഒക്കെ നഷ്ടപ്പെട്ടു. 3, സ്വന്തം ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടു. ഇപ്പൊ യഹൂദ മതം വിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച ഇവർക്ക് ഈ പറയപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ 3 ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങൾ അവർക്കുണ്ടായി. അപ്പോൾ അവർ തീരുമാനിച്ചു, നിൽക്കാൻ പറ്റുന്നില്ല, വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇനി വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറഞ്ഞാൽ നിക്കക്കല്ല് ഇല്ലാതെ വന്നു. അപ്പൊ വന്നിടത്തേക്ക് തിരിച്ചു പോകാൻ അവർ തീരുമാനം എടുത്തപ്പോൾ പൗലൂസ് പറയാണ്, പൊയ്ക്കോ, പോകുന്നവരൊക്കെ പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകും. ഹല്ലേലൂയ. ഒന്നും കൂടെ ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കിയിട്ട് പോകും. സാക്ഷികളുടെ
ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ്. അപ്പം അപ്പോസ്തലനായ പൗലോസ് അവരെ ഉറപ്പിക്കുകയാണ്. അതെങ്ങനെ ഉറപ്പിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രായ ലേഖനത്തിലെ അവരുടെ ചില സംശയങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ നിവാരണം ചെയ്യുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 3-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. 4-ാം അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവ് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. 5-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. 6-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ. 7-ാം അധ്യായം വായിക്കുമ്പോൾ മൽക്കീസദേക്കിനേക്കാൾ നമ്മുടെ കർത്താവായ യേശു ശ്രേഷ്ഠൻ. 9-ാം അധ്യായം വായിക്കുമ്പോൾ പഴയ നിയമ കൂടാരത്തെക്കാൾ പുതിയ നിയമ കൂടാരം അതിശ്രേഷ്ഠം. 10-ാം അധ്യായം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ യാഗത്തെക്കാൾ പുതിയ നിയമത്തിലെ യാഗം അതിശ്രേഷ്ഠം. 11-ാം അധ്യായം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ വിശ്വാസത്തെക്കാൾ പുതിയ നിയമത്തിലെ വിശ്വാസം ശ്രേഷ്ഠമാണ്. 12-ാം അധ്യായം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ മരണ സീനായിയേക്കാൾ പുതിയ നിയമത്തിലെ സിയോൻ അതിശ്രേഷ്ഠം. 13-ാം അധ്യായം അവസാന അധ്യായത്തില് പഴയ നിയമത്തിലെ അവകാശത്തെക്കാൾ പുതിയ നിയമത്തിലെ അവകാശം അതിശ്രേഷ്ഠം. അതെ, അത് നല്ലൊരു അവകാശം നമ്മുടെ കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട്. നാം അതിനായി ഓടുകയാണ് ഈ വിശ്വാസ പൊറുക്കളത്തിൽ. ഇങ്ങനെ 13 അധ്യായങ്ങളിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ 13 കാര്യാദികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ശ്രേഷ്ഠനാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രൈസ്തവരെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് വിളംബരം ചെയ്യുകയാണ്. അതിൽ അവരുടെ വിശ്വാസ ജീവിതം ഉറയ്ക്കുവാനിടയായി. 3 വിധത്തിലെ പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒന്ന്, വേഷഭൂഷാദികൾ അണിഞ്ഞ പുരോഹിതനെ, ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം ഒന്നും കൂടെ ഓർപ്പിക്കുന്നു. വേഷഭൂഷാദികൾ അണിഞ്ഞ പുരോഹിതനെ അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ പാരമ്പര്യവും പൗരോഹിത്യവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടാണ് അവർ ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ വിട്ടു വന്ന സമയത്ത് അവർക്ക് എതിരായി നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസ ജീവിതത്തിന് അവർക്ക് എതിരായി അന്ന് നിന്നത് ഈ വേഷഭൂഷാദികൾ അണിഞ്ഞ ചില പൗരോഹിത്യ ബന്ധനമാണ് എന്ന് വേണം പറയാം. പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ പുരോഹിതന്റെയും കൂട്ടരുടെയും ആ ഭാഗത്ത് നിന്ന് എബ്രായ ജനത്തിന് ഒരുപാട് പ്രയാസമുണ്ടായി. ഒരു ചരിത്രത്തിൽ ഞാനിങ്ങനെ വായിച്ചത്, ഒന്ന്, അവരുടെ യൗവനക്കാർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാതെ അത് തടസ്സമായി നിന്നു. 2, അവർ പല പണികളും തുടങ്ങി വെച്ചു, അതിന്റെ പൂർത്തീകരണം കാണാതെ അവർക്ക് പ്രയാസമുണ്ടായി. 3, പോകുന്ന വഴികളിലും നിൽക്കുന്ന സ്ഥലങ്ങളിലും അവർക്ക് ഒരുപാട് പ്രയാസമുണ്ടായി. ഇന്നത്തെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ, നമ്മുടെ തലമുറകളുടെ മേലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മയുടെ മേലും നാം തുടങ്ങി വെച്ച പലതിന്റെ മേലും ഒരു പൂർത്തീകരണം കാണുവാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി കർത്താവ് മാറ്റിയിട്ട് നമുക്ക് അതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ തരുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പുറത്ത് നടന്നൊരു അത്ഭുതം ഇപ്പുറത്ത് പറയുന്നതിലല്ല കാര്യം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മലയാളികളെക്കാൾ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരല്പം കൂടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന UP ഉത്തർപ്രദേശിലെ ഹിന്ദിക്കാരാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയില് 28 സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ഉണർവ് നടക്കുന്ന 1ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 26,80,00,000 ജനങ്ങൾ പാർക്കുന്ന ഉത്തർപ്രദേശിലാണ്. 1,05,243 ഗ്രാമങ്ങൾ അവിടെയുണ്ട്. 75 ജില്ലകൾ അവിടെയുണ്ട്. 81 പരം മണ്ഡലങ്ങൾ അവിടെയുണ്ട്. ഞാൻ കഴിഞ്ഞ 9 വർഷമായി അവിടെ കർത്താവിന് വേല ചെയ്യുന്നു. ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചു, ജയിൽവാസങ്ങൾ അനുഭവിച്ചു, ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയി, പലപ്പോഴും ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടു, ഉപദ്രവങ്ങൾ ഒരുപാട് സഹിച്ചു. എന്റെ കൂടെയുള്ള ദൈവദാസന്മാർ ഇപ്പോഴും നിലവിൽ ജയിലിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ജാമ്യം എടുത്ത് പുറത്തു വന്നു. ഞാൻ ഓർപ്പിക്കുന്നത്, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ ഓർപ്പിക്കുന്നത് അവിടെയൊക്കെ നടക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. ഇന്ത്യയിലെ 2ാം സ്ഥാനത്ത് ഉണർവ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് പഞ്ചാബാണ്. 3ാം സ്ഥാനത്ത് ഇന്ത്യയിൽ ഉണർവ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ആന്ധ്രയാണ്.
4ാം സ്ഥാനത്ത് തെലുങ്കാനയാണ്, 5ാം സ്ഥാനത്ത് കർണാടകയാണ്, 6ാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ് ആണ്, 7ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്, 8ാം സ്ഥാനത്ത് സ്വതന്ത്രം ആലോചിക്കുക, ഞാൻ ആ സ്റ്റേറ്റ് പേര് മറന്നുപോയി. ഇപ്പൊ ഈ സ്റ്റേറ്റുകളിലൊന്നും നമ്മുടെ കേരളമില്ല എന്നുള്ളത് വളരെ ഒരു സങ്കടമാണ്. ഒരു കാലത്ത് ഏറ്റവും വലിയ ശക്തമായ രീതിയിൽ ഏറ്റവും വലിയ ഉണർവ് നടന്നത് നമ്മുടെ ഇവിടെയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഉണർവ് എന്ന് പറയുന്നത് ഒരു കൺവെൻഷനിലൊക്കെ നടക്കുന്ന ഒരു ഉണർവല്ല. അതിലപ്പുറമായി സുവിശേഷ രംഗത്ത് ഒരു ഉണർവ് നടക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഹല്ലേലൂയ ഇല്ല, നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്തോത്രം കുറഞ്ഞു, നമ്മൾ ദൈവത്തിന് സ്തുതി, യേശുവിന് സ്തുതി എന്നുള്ള വാക്കുകൾ കുറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഇന്ന് കത്തോലിക്കരുടെ ധ്യാന സെന്ററിലൊക്കെ അത് കേൾക്കാൻ സാധിക്കും. ഞങ്ങളുടെ കോട്ടയത്തിന് തൊട്ടടുത്ത് നാഗമ്പട സ്റ്റാൻഡില് എല്ലാ ചൊവ്വാഴ്ച ദിവസവും അവിടുത്തെ ഒരു മരിയൻ തീർത്ഥാടനമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ യേശുവേ എന്നുള്ള വിളി കേട്ടാൽ, ഹല്ലേലൂയ എന്നുള്ള വിളി കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അത്ര ശക്തമായിട്ടാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത്. ആകിയാൽ ഈ കാലഘട്ടങ്ങൾ ഞാൻ ഓർക്കുക, എന്നെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ സമുദായത്തിൽ നിൽക്കുന്ന സമയത്ത് പെന്തക്കോസ്തുകാരുടെ ഒക്കെ വീട്ടിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ മൺമയമാമീ ഉലകിൽ കാൺമതുമായ ഈ പാട്ടുകൾ പാടി മണിക്കൂറുകൾ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, ഈ പാട്ടൊക്കെ പാടി മണിക്കൂറുകൾ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു അമ്മച്ചി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവറിവിൽ വന്നു. ആ അമ്മച്ചിയുടെ പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. രോഹയാനൻ ഓട്ടം തികച്ചു. പക്ഷേ ആ പ്രത്യാശയുടെ പാട്ടുകൾ പാടി അന്ന് മുഴങ്കാലിൽ ഇരുന്ന് മണിക്കൂറുകൾ ആരാധിച്ച അമ്മച്ചിമാരും അച്ചായമാരും ഉണ്ട്. ഇതിന്റെ അകത്തും അതിൽ ചിലരുടെ അനുഭവമുള്ളവരുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ആ പാട്ടൊക്കെ മരണ വീട്ടിന് എഴുതി കൊടുത്തു. നമ്മൾ ആ പാട്ടൊന്നും ഇന്ന് പാടാറില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പെന്തക്കോസ്തുകാരായ നമ്മുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ഈ സൂം പ്ലാറ്റ്ഫോം തുടങ്ങിയത് തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ സൂം മീറ്റിംഗ് ആരംഭിച്ചത്. എന്നാൽ പലരും ഇപ്പോൾ ഈ സൂം മീറ്റിംഗിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ നിലനിർത്താനും ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെയും കഴിയുന്നുണ്ട്. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഓർപ്പിച്ചത്, ഈ ദിവസങ്ങളിൽ പൗരോഹിത്യപരമായ ഒരു ബന്ധനം വന്നപ്പോൾ ഒരു വീട്ടിൽ അപ്പനും അമ്മയും 3 മക്കളും ഉണ്ടെന്നിരിക്കട്ടെ, പകുതി പേര് ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തിൽ ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ പകുതി പേർക്ക് അഭിഷേകമില്ല. 4 പേരുള്ള വീട്ടിൽ 2 പേര് ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാണെങ്കിൽ 2 പേർക്ക് ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. 2 പേര് ഏതെങ്കിലും തരത്തിലൊരു സന്തോഷം അനുഭവിച്ച് ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ 2 പേർക്ക് ആ വിജയമില്ല. 2 പേര് ആരാധനയ്ക്ക് വന്നാൽ 2 പേർക്ക് ആരാധനയ്ക്ക് വരും, പക്ഷേ അവര് വന്ന് ഒരു ബൊമ്മ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് പോകും. ചുരുക്കം പറയുവാണെങ്കിൽ ഭാഗികമായി ആരാധനയെ ബന്ധിച്ച്, സ്വതന്ത്രം ശരീര സൗഖ്യത്തെ ബന്ധിച്ച്, തലമുറയുടെ വിശ്വാസ ജീവിതത്തെ ബന്ധിച്ച് പല വിധത്തിൽ ബന്ധിക്കപ്പെട്ട പൗരോഹിത്യ പോരുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. എന്നെ കേൾക്കുന്ന ചിലരുടെ വീട്ടിലുമുണ്ട്, തലമുറയിലുമുണ്ട്. ഈ രാത്രി വിശ്വസിക്കണം, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് തന്നതാണ്. എന്നെ എന്റെ തലമുറയും ഈ 2026 ഒരു ശത്രുവിനും തൊടുവാൻ ദൈവം അനുവാദം കൊടുക്കത്തില്ല. എന്നെ ഒരു പുതിയ സ്റ്റെപ്പിലേക്ക്, ഒരു പുതിയ വിജയപാതയിലേക്ക് എന്റെ കർത്താവിനെ എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവരുടെ വേഷഭൂഷാദി എളിഞ്ഞ പുരോഹിതന് നഷ്ടപ്പെട്ടു. പൗരോഹിത്യ ഭാഗത്ത് നിന്ന് ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായി. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ആണ്ടുകളും പെരുന്നാളുകളും അവർക്ക് നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ ആണ്ടും പെരുന്നാളും ഒക്കെ വരുന്ന സമയത്ത് ദൈവത്തിനല്ല മുൻസ്ഥാനം. ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കർമ്മകാണ്ഡങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരുപറ്റം ജനമായിരുന്നു അന്നത്തെ ജനം. ഈ ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കർമ്മകാണ്ഡങ്ങൾക്കും മുഖ്യസ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് ആ പ്രത്യേക ദിവസങ്ങളിൽ സത്യത്തിൽ ദൈവമായിട്ടുള്ള ബന്ധമല്ല അവർക്ക്. അവരാചരിക്കുന്ന ആചാരങ്ങൾ മുഴുവനും ചില അന്യ ദൈവങ്ങളുടെ അടുക്കൽ നിന്ന് കൊണ്ടുവന്ന ആചാരമായതുകൊണ്ട് ആ ദിവസങ്ങളിൽ കൊടികേറ്റുന്നു, ശബ്ദമുയർത്തുന്നു, വിളക്ക് കത്തിക്കുന്നു, തെരുവിൽ കൂടെ നടക്കുന്നു. ചുരുക്കം പറയുവാണെങ്കിൽ അന്യ സ്ഥലത്ത് നിന്ന്, അന്യ ദൈവങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ആചാരങ്ങൾ അവർ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ആ ആചാരങ്ങളെ കൊണ്ടു നടക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന പലർക്കും വീട്ടിലിരുന്ന് ആരാധിക്കാൻ പറയുന്നില്ല. അവർ തെരുവിൽ കൂടെ അവർ ദൈവത്തിന്റെ നാമം ആചാരങ്ങളായും
അനുഷ്ഠാനങ്ങളായും കർമാചാരങ്ങളായും ചുമന്നുകൊണ്ടും വലിച്ചുകൊണ്ടും ബഹുമാനിച്ചും ഭക്തിയോടെ കൊണ്ടു നടക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന എബ്രായ ക്രിസ്ത്യാനികൾക്ക് ഭക്തി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്ത് ചെയ്തു? അന്യദൈവത്തിന്റെ നാമത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ആചാരങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിന്മേൽ കാർന്നു പിടിച്ചവരെ ഞെരുക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങൾ പാർക്കുന്ന ദേശത്ത് അന്യദൈവങ്ങളുടെ നാമം ഉയർന്നു കേൾക്കുമ്പോൾ, രാവിലെയും വൈകിട്ടും പാട്ട് ഉയർന്നു കേൾക്കുമ്പോൾ, രാവിലെയും വൈകിട്ടും തെരുവോരങ്ങളിൽ അവരുടെ ദൈവത്തെ ചുമന്നുകൊണ്ട് ഭക്തി പുരസ്കാരം അവർ ഓടുമ്പോൾ, നമ്മുടെ വീടുകളിൽ ആരാധന ശബ്ദം കേൾക്കുന്നുണ്ടോ? രാവിലെ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്നുണ്ടോ? അന്യഭാഷയുടെ ആരാധന കേൾക്കുന്നുണ്ടോ? അതില്ല. അതുകൊണ്ട് തലയ്ക്ക് മീതെ ദേശാധിപ ശക്തി പോരാടുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പലരെയും ശത്രു വട്ടമിട്ട് പിടിച്ചിരിക്കുക. ഇന്ന് രാത്രിയിൽ അങ്ങനെ ബന്ധിച്ച ബന്ധനമല്ല ദൈവം അടിച്ചു മാറ്റിയിട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം എഴുന്നേറ്റാൽ, ചുരുക്കം പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വിജയിച്ചവൻ ജീവിതത്തിൽ വിജയിക്കും. ഇന്ന് രാത്രി വന്നിരിക്കുന്നവനോട് ദൈവാത്മാവിൽ ദൈവം പറയുന്ന ഒരൊറ്റ ദൂത് ഇത് മാത്രമാണ്: 2026 പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ എഴുന്നേൽക്കണം. 2026 പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ജീവിക്കണം. 2026 പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ശക്തിപ്പെടണം. അങ്ങനെയെങ്കിൽ ഒരു ദുഷ്ട ശക്തിയും നമ്മുടെ മേൽ വാഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ നോക്കിയേ, ആരാധിക്കുന്ന വീടുകൾ, പ്രാർത്ഥിക്കുന്ന വീടുകൾ, ഉപവസിക്കുന്ന വീടുകൾ, ഉപവാസം കുറഞ്ഞുപോയി, ആരാധന കുറഞ്ഞുപോയി. ഇന്ന് രാത്രി ഒരൊറ്റ ദൂതി ഞാൻ നിന്നുകൊണ്ട് പറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പലരും തങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് ഉറങ്ങിപ്പോയി. പല സഹോദരിമാരെയും അടുക്കളയുടെ 4 ചുവരിന്റെ അകത്ത് ശത്രു ഒതുക്കി. പല സഹോദരന്മാരെയും ആരാധിച്ച് മുന്നേറാൻ കഴിയാതെ വണ്ണം പിശാചി ബന്ധിച്ചു വെച്ച അനുഭവമുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, മറ്റൊരു വാക്തത്വമല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ വർഷം എഴുന്നേൽക്കുമെന്ന് എത്ര പേര് തീരുമാനിക്കുന്നു? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിച്ച് കരയുമെന്ന് പറഞ്ഞ ഭക്തന്റെ കൂടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറി ഉറങ്ങാതെ പ്രാർത്ഥനാ മുറി തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആ തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന ചിലതിനെ അവരുടെ കൺമുമ്പിൽ മടക്കി തരുവാൻ ദൈവശക്തനാ. ബന്ധിച്ചു വെച്ച തലമുറയുടെ ഭാവിയെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവശക്തനാ. ആരാധിച്ച് ബലപ്പെടുവാൻ കഴിയാതെ, കൈയടിച്ച് ആരാധിക്കാൻ കഴിയാതെ ഒരു വശം മുഴുവനും തളർത്തിക്കളയുന്ന ചില രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റി നിങ്ങളെ വിടുതലേക്ക് നയിക്കുവാൻ ദൈവശക്തനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമുറുത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ദൂത് പറയുക, ഈ പ്രാർത്ഥനാ മുറിയിൽ പരാജയപ്പെട്ടു പോകുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? വൺ സൈഡ് പ്രശ്നമാണ്. ഒരു കണ്ണിന് കുഴപ്പമൊന്നും കാണത്തില്ല, ഒരു കണ്ണിന് പ്രശ്നമാണ്. ഒരു ചെവിക്ക് പ്രശ്നമല്ല, അടുത്ത ചെവിക്ക് പ്രശ്നമാണ്. ഒരു കൈക്ക് കുഴപ്പമില്ല, അടുത്ത കൈക്ക് കുഴപ്പമില്ല. ഒരു കാലിന് കുഴപ്പമില്ല, അടുത്ത കാലിന് കുഴപ്പം. വൺ സൈഡ് മുഴുവൻ ശത്രുക്ക് ബാധിക്കും. കാരണം ഇവരെ അറിയാൻ ഏതെങ്കിലും തരത്തിൽ ബന്ധിക്കാറിയാം. പിശാച് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ ജീവിതമുള്ളത് നമുക്കറിയാം സഹോദരിമാരാ. അവരെ പോലെ ദൈവത്തിന് മുമ്പിൽ സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആരുമില്ല. സഹോദരന്മാർക്ക് സമയമില്ല. ജോലിക്ക് വേണ്ടിയും ബിസിനസ്സിന് വേണ്ടിയും പല കാര്യങ്ങൾക്ക് വേണ്ടി രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നെ വൈകുന്നേരം വരുന്നത്. ശുശ്രൂഷകന്മാരായ ഞാനും എന്നെ കേൾക്കുന്ന സ്വതന്ത്രം പ്രിയ ബിജോയ് പാർശ്വം എല്ലാം അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന രാത്രിയാ. പിന്നെ ഞങ്ങളുടെയൊക്കെ സഹധർമ്മിണിമാര് വീട്ടിൽ ഇരുന്നു കൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ഇപ്പൊ പിശാചിന് മനസ്സിലായി ഇവരെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇവരുടെ സഹോദരിമാരാ. അതുകൊണ്ട് ഇവരെ കയറി പിടിച്ചാൽ, ഇവരെ രോഗിയാക്കി കളഞ്ഞാൽ പിന്നെ ഇവര് പ്രാർത്ഥിക്കത്തില്ലെന്ന് മനസ്സിലായി. നിങ്ങൾ എഴുതി വെച്ചോ, അനേക വീടുകളിൽ ഇന്ന് രോഗികളായി കഴിയുന്നത് സഹോദരിമാരാ, സഹോദരന്മാരല്ല. പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, ആരാധിക്കുന്ന സഹോദരിമാരെ, അന്യഭാഷകളിൽ മണിക്കൂറുകൾ ആരാധിക്കുന്ന സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ ആ ആരാധന ജീവിതത്തിലേക്ക് വരുവാൻ കഴിയാതെ വണ്ണം ഞായറാഴ്ച ഒരു ആരാധന ഉണ്ടെങ്കിൽ, വെള്ളിയാഴ്ച ഒരു ആരാധന ഉണ്ടെങ്കിൽ, ഒരു വീട്ടു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രം എല്ലാവരുടെയും കൂടെ ഇരുന്ന് കൈയടിച്ച് ആരാധിക്കും. അല്ലാത്ത സമയങ്ങളിൽ ആരാധിക്കാൻ കഴിയാതെ പിശാച് ചിലരെ ബന്ധിച്ചു വെച്ച ബന്ധനങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് അഴിച്ചു മാറ്റുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രിയിൽ ആ വിടുതൽ ഏറ്റെടുക്കാം. അവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് എന്തൊരു സന്തോഷം എന്നറിയാമോ? യു പിയിലെ ഞങ്ങളുടെ ചർച്ചൊക്കെ പൂട്ടി. എന്റെ കീഴിലുള്ള 17 ചർച്ചകൾ പൂട്ടി. 9 വർഷമായി 17 ചർച്ചകൾ അവിടെ ചെന്ന് സ്ഥാപിച്ചു. ഒരു ചർച്ചയിൽ 700-ലധികം വിശ്വാസിയുണ്ട്. ചർച്ചകളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പോലീസുകാർ ഏത് സമയം ഞങ്ങളെ ഒന്ന് അറസ്റ്റ് ചെയ്യാം. ഒരു ഞായറാഴ്ച ഞങ്ങളുടെ ആരാധന എപ്പോഴെന്ന് അറിയാമോ? രാവിലെ 7 മണിക്ക് തുടങ്ങും. അയൽപക്കക്കാർ ഫോൺ വിളിച്ചു വരും പോലീസിനെ, ഇവിടെ വീണ്ടും അവർ പ്രാർത്ഥന തുടങ്ങിയെന്ന്. പോലീസുകാർ ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൽ വരണമെങ്കിൽ 40 മിനിറ്റ് എടുക്കും. ആ 40 മിനിറ്റിൽ 25 മിനിറ്റ് കൊണ്ട് പാട്ടുപാടി ആരാധിച്ചിട്ട് ഞങ്ങളുടെ ഒന്ന് എസ്കേപ്പ് ആവും.
അടുത്ത സ്ഥലത്തേലും 50-100 പേര് വരും. ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥന ആരംഭിക്കും. അവരും പോലീസിന് വിളിക്കും. പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള ദൂരം 30 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഒരു സങ്കീർത്തനം വായിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് പ്രബോധിപ്പിച്ച് അവരെ ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞേക്കും. ആ ചുരുങ്ങിയ നിമിഷങ്ങൾക്കകം ഭൂതങ്ങൾ ഇറങ്ങി മാറും. ക്യാൻസറുകൾ നോക്കി നിൽക്കുമ്പോൾ സൗഖ്യമാകും. നടക്കാതെ പറഞ്ഞ 18 വർഷമായി നടക്കാത്തവൻ എഴുന്നേറ്റ് നടപ്പാനിടയായി. എന്തിനാണെന്നറിയാമോ? ദൈവജനത്തിന്റെ വിശ്വാസം, ആരാധിക്കാനുള്ള ദാഹം, അന്യഭാഷ പറയാനുള്ള ദാഹം, കൈയടിക്കാനുള്ള ദാഹം, ആ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള ദാഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. ഒരു സ്തോത്രം പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കൊന്ന് കൈയടിച്ച് ആരാധിക്കാൻ പറ്റുന്നില്ല. ഉറക്കി ഒന്ന് പാട്ടുപാടാൻ പറ്റുന്നില്ല. എന്നാൽ ഈ പ്ലാറ്റ്ഫോമിൽ കൈയടിക്കുവാൻ, ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ട് നമ്മുടെ ശബ്ദത്തെ അടയ്ക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില ദുഷ്ടന്റെ തീയമ്പുകളുടെ മേൽ ഈ നാളുകളിൽ 2026 ദൈവജനത്തിന്റെ ശബ്ദം ഉയരണം. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിന്ന് ആരാധന ശബ്ദം ഉയർന്നാൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്തോത്രത്തിന്റെ ശബ്ദം ഉയർന്നാൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് യാഗത്തിന്റെ പുക മുകളിലേക്ക് ഉയർന്നാൽ, ദേശത്തിലെ അന്ധകാര ശക്തികൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. ദേശത്ത് നിങ്ങൾ ജയിക്കും. നിങ്ങളുടെ തലമുറയും ഉറപ്പിക്കത്തില്ലെന്ന് ഏത് ദുഷ്ടൻ പറഞ്ഞാലും ദേശത്ത് ദൈവം നിങ്ങളെ ഉറപ്പിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഉടമന റിഗന്തൂരി വൈഡമന അർത്ഥമാന ഗൽഖന ഘടകസി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു പ്രവചനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പൊതുവായി ചില കാര്യം പറഞ്ഞു നിൽക്കുക. ഒരു സുവിശേഷ ദാഹമുള്ളവരായി ഈ ദിവസങ്ങളിൽ നമ്മൾ മാറണം. ബൈബിൾ വായിക്കുമ്പോൾ 5 മറിയമാരെ നമുക്ക് കാണാൻ സാധിക്കും. 5 മറിയ എല്ലാവരെ കുറിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് ഒരു മറിയെ കുറിച്ച് മാത്രം പറയാം. മഗ്ദലന മറിയ. മഗ്ദലന മറിയൻ കല്ലറയ്ക്കൽ ഓടിയ ഒരാളാണ്. ഇവിടെ പൗലോസ് പറയുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാനാ. ഓടിയ ഒരുപാട് ഓട്ടക്കാരുണ്ട്. ഏലിയാവ് ഓടി. ഏലിയാവ് 5 പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. 5 പ്രാർത്ഥന. ഏലിയാവിന്റെ 5 പ്രാർത്ഥന ഒരു പഠന വിഷയമാണ്. ഞാൻ പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജിൽ എന്റെ സ്റ്റുഡൻസിന് ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. ഏലിയാവിന്റെ 5 പ്രാർത്ഥന. എനിക്ക് ഇഷ്ടപ്പെട്ടത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം മുമ്പിലൊരു രഥം ഓടുകയാണ്. സ്തോത്രം. ഓടുന്ന വഴിക്ക് സ്തോത്രം കൃപ പ്രാപിച്ച ഭക്തൻ രഥത്തിന്റെ സൗന്ദര്യം കണ്ടില്ല. രഥത്തിന്റെ ഓട്ടമല്ല കണ്ടത്. രഥത്തിന്റെ അകത്തിരിക്കുന്ന ഭരണാധിപനെ അല്ല കണ്ടത്. ഭരണാധിപന്റെ കഴിവല്ല കണ്ടത്. ആലറിയ ഭക്തൻ കണ്ടത് ദർശനമാണ്. ദർശനം കണ്ടവൻ രഥത്തിന്റെ മുമ്പിലോടി. ഇന്ന് അനേകർ ഓടുന്നുണ്ട്. ചില രഥങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിൽക്കുകയാണ്. രഥത്തിന്റെ അകത്തിരിക്കുന്നവനോട് പരിചയപ്പെടുകയാണ്. രഥത്തിന്റെ അടുക്ക് തിരിക്കുന്നവനെ ചെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓട്ടം രഥത്തിന്റെ അടുക്കൽ നിന്ന് നിന്നു പോകുമ്പോൾ കൃപ പ്രാപിച്ച ഏലിയാവിനെ കണ്ടു. രഥമല്ല വലുത്, ഭരണാധിപനല്ല വലുത്, ചക്രവർത്തിയല്ല വലുത്, ദൈവം തന്ന ദർശനമാണ് വലുത്. ആ ദർശനത്തെ തടയുവാൻ ഒരു ദേശാധിപതിക്കും അനുവാദം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഏലിയാവ് മുമ്പിലേക്ക് ഓടിയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവഭക്തനെ 2025 നിന്റെ ശുശ്രൂഷയ്ക്ക് ദൈവദാസിയെ 2025 പ്രവചനത്തിന് വെളിപ്പാടിന് ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി പിശാച് ഓട്ടത്തെ തടഞ്ഞെങ്കിൽ 26 ദൈവാത്മാ പറയുന്നു ചില രഥത്തിന്റെ മുമ്പിലോടി സ്വന്തം വാഗ്ദത്തം കാണുവാൻ ദൈവം നമ്മെ ഒരുക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർക്ക് ഓർത്ത് ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് ഓടി. ഒരുപാട് ഓട്ടം നമുക്ക് ബൈബിളിൽ കാണാം. എന്നെ ചിന്തിപ്പിച്ചൊരു ഓട്ടം ഞാൻ പറയാണ്. അത് മറിയയാണ്. മഗ്ദലന മറിയ അത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കലെത്തി. നമുക്കറിയാം ഈ രാവിലെ കല്ലറയ്ക്കൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇവരന്ന് സുഗന്ധദ്രവ്യം കയ്യിലുണ്ട്. ഈ സുഗന്ധദ്രവ്യം, ഈ സാധനം, ഇതിനെ അടപ്പ് തുറന്നാൽ ഭയങ്കര സ്മെല്ല. ഈ സ്മെല്ല് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചുറ്റും പകരും. അതുകൊണ്ടല്ലേ കർത്താവിന്റെ അടുക്കൽ വന്ന് സ്വച്ഛ ജഡമാംസി തൈലം അവള് തുറന്നു കഴിഞ്ഞപ്പോൾ ആ സ്മെല്ല് എല്ലാം മുറി മുഴുവനും പരന്നുണ്ടാവും. അപ്പൊ ഈ തൈലത്തിന്റെ മണം, ഇതിന്റെ സ്മെല്ല് ഭയങ്കര സുന്ദരമായതുകൊണ്ട് ചെറിയ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ ഈ മണം പോകുന്ന വഴിക്കുമെല്ലാം ഈ നല്ല സുഗന്ധം അങ്ങ് പരക്കും. ഈ സുഗന്ധം എവിടെ നിന്നാന്ന് കണ്ടുകൊണ്ട് കള്ളന്മാരോടും. കള്ളൻ ഓടിയിട്ട് ഈ സാധനം പിടിച്ചെടുക്കും. എന്നിട്ട് ഇരട്ടി വിലയ്ക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അവിടെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഈ തൈലം ഒന്ന് അവരാദ്യം ഒരു ലിനൻ തുണി കൊണ്ട് പൊതിയും. എന്നിട്ട് അതിന്റെ പുറത്തുകൂടെ ചെളിമണ്ണ് കുഴച്ച് പുരട്ടും. എന്നിട്ട് വീണ്ടും ഒരു തുണി ചുറ്റും. എന്നിട്ട് അത് തുരുത്തിക്കകത്ത് ഇറക്കി വെക്കും. അപ്പൊ ഒരു കാരണവശാലും ഇതിന്റെ സ്മെല്ല് പുറത്തോട്ട് പോകത്തില്ല. അത്ര പൊതിഞ്ഞ് നല്ല ഗ്രാൻഡായ തൈലം മറിയ ആർക്ക് കൊണ്ടുപോയ? കർത്താവിന് കൊണ്ടുപോയ.
വെളുപ്പാങ്കാലത്ത് പോവുക. ഈ വെളുപ്പാങ്കാലത്ത് പോകുന്ന പറഞ്ഞാൽ വെളുത്ത് വരുന്ന സമയത്ത് കള്ളന്മാരുടെ ശല്യം വളരെ കുറവാണ്. നേരം വെളുക്കുന്നു കണ്ടു കഴിഞ്ഞാൽ മോഷ്ടാക്കളായ കള്ളന്മാർ ഇറങ്ങി അങ്ങ് പോകും, പിന്നെ അവർ നിൽക്കത്തില്ല. അതാണല്ലോ നമ്മള് യായിറോസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, യായിറോസ് ഒരു പള്ളിപ്രമാണിയാ അല്ലെ? നമുക്കറിയാം യായിറോസ് ഒരു പള്ളിപ്രമാണിയാ. ഈ പള്ളിപ്രമാണിമാരെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, അന്ന് ഒരു നിയമമുണ്ടായിരുന്നു. യെരുശലേം ദേവാലയത്തിന്റെ 20 മൈൽ ചുറ്റളവിൽ കിടക്കുന്നവർ യെരുശലേം ദേവാലയത്തിൽ തന്നെ വന്ന് ആരാധിക്കണം. 20 മൈലുകൾക്കപ്പുറമുള്ളവർ വന്നില്ലേലും കുഴപ്പമില്ല. അപ്പൊ 20 മൈലുകൾക്കപ്പുറമുള്ളവർ ആരാധിക്കാൻ വന്നാൽ, ഇവര് ആരാധിക്കാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ദേവാലയത്തിന് കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള പാത്രങ്ങളുണ്ട്, പിന്നെ സുഗന്ധദ്രവ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒലിവെണ്ണ, ഇടിച്ചെടുത്ത നല്ല ഒലിവെണ്ണ, ഇതൊക്കെ കള്ളന്മാർ മോഷ്ടിക്കും. അതുകൊണ്ട് ഈ 20 മൈലുകൾക്ക് അപ്പുറമുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? മഹാപുരോഹിതൻ ഒരു കത്തെഴുതും. ബഹുമാനപ്പെട്ട മഹാപുരോഹിതൻ അറിയുന്നതിന്, ഇപ്പൊ ഞാൻ കോട്ടയത്താ താമസിക്കുന്നത്. എനിക്ക് 20 മൈലുകൾക്ക് അപ്പുറം വന്ന് ദൈവത്തെ ആരാധിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സമക്ഷത്തിന് ദയവുണ്ടായി ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു സിനഗോഗ് ഉണ്ടാക്കുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞൊരു കത്ത് എഴുതി കൊടുക്കും. ഈ കത്ത് മഹാപുരോഹിതൻ സന്നിധി സംഘത്തിന് കൈമാറും. അപ്പോൾ അവരതിന് എത്ര വാരയുണ്ട്, എത്ര ദൂരമുണ്ടെന്നൊക്കെ ഒരാൾക്കും അളന്ന് നോക്കിയിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കും. യജമാനെ അവർ പറഞ്ഞ് ശരിയാണ്, 20 മൈലുകൾക്കപ്പുറം ദൂരമുണ്ട്, അതുകൊണ്ട് അവർക്ക് അനുവാദം കൊടുക്കാൻ പറയും. അങ്ങനെ മഹാപുരോഹിതൻ സൈൻ ചെയ്താൽ ആ കത്ത് അവരുടെ കൈ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവർ താമസിക്കുന്ന നാട്ടിൽ ഒരു ആലയം പണിയാം. ഈ ആലയത്തിനകത്ത് 3 കാര്യം നടക്കും. 1, പ്രവചന പുസ്തകം വായിക്കാം. 2, സങ്കീർത്തനങ്ങൾ പാടാം. 3, പ്രസംഗിക്കാം. പക്ഷെ യാഗം നടത്താൻ പറ്റത്തില്ല. യാഗം നടത്തണമെങ്കിൽ അവർ യെരുശലേം ദേവാലയത്തിൽ തന്നെ വരണം. അപ്പോൾ ഈ ജനമൊക്കെ രാത്രി വന്ന് ആരാധിച്ചിട്ട് പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ഈ സുഗന്ധദ്രവ്യങ്ങളും ഈ തൈലങ്ങളും നല്ല ഒലിവെണ്ണയൊക്കെ കാണും. അപ്പൊ കള്ളന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവർ കള്ളന്മാരുടെ ഒരുപാട് ശല്യമുള്ള ഒരു കാലത്ത് ദൈവത്തിന് വിലപിടിപ്പുള്ളത് കൊടുക്കുവാൻ ശ്രമിച്ച് അല്ലെങ്കിൽ ഒരുക്കി വെച്ചതുമായി വരുന്നവർ കള്ളന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കും. അങ്ങനെ വേണം പറയാം, ഒറ്റ വാക്കിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കും. അപ്പൊ നമ്മളതൊക്കെ ഒരുപാട് പഠിക്കേണ്ട സബ്ജക്റ്റാണ് ആ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ രാവിലത്തെ സമയം മറിയ തക്കത്തിൽ ഉപയോഗിക്കുക. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഈ സുഗന്ധദ്രവ്യം കർത്താവിന്റെ കല്ലറയിൽ കൊണ്ടുവന്ന് ശരീരത്തിൽ പൂശുവാൻ അവൾ ഓടുകയാണ്. ആ ഓട്ടത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. രാവിലെ ഓടി കല്ലറയ്ക്കലെത്തി. തന്റെ കയ്യിലുള്ള ഈ നന്മ ഒരു കാരണവശാലും അത് ശത്രുവിന് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ കള്ളന് വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറില്ല. അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതാകിയാൽ അത് ദൈവത്തിന് വേണ്ടി മാത്രം അവർ കൊണ്ടുവരികയാണ്. ഈ ദിവസങ്ങളിൽ നേർച്ചയും കാഴ്ചയുള്ള എത്രയോ ദൈവമക്കളുണ്ട്. എനിക്കുമുണ്ട്. 3 മക്കളെ ദൈവം തന്നു. എന്റെ കുഞ്ഞുങ്ങൾ സുവിശേഷ വേല ചെയ്യണമെന്ന. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ ചിലപ്പം കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ നിന്റെ വേലയ്ക്ക് വേണ്ടി തന്നാക്കാന്ന് നേർച്ച കൊടുക്കുന്നവരുണ്ട്. വിലപ്പിടിപ്പുള്ള പലതും ദൈവത്തിന് കൊടുക്കുവാൻ നേർന്നിട്ട് അത് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയാതെ ആ വിലപ്പിടിപ്പുള്ളതിനെ ശത്രു ഭരിക്കുന്ന അനുഭവം ഇന്ന് പല ദൈവമക്കളുടെ ഇടയിൽ കാണാൻ സാധിക്കും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങൾക്ക് തന്ന പ്രവചനം, നിങ്ങൾക്ക് തന്ന വെളിപ്പാട്, ദൈവം തന്ന ദർശനത്തെ ഇങ്ങനെ വിലപ്പിടിപ്പുള്ള ദൈവത്തിന് കൊടുക്കുവാൻ നിങ്ങൾ നിശ്ചയിച്ച പലതിനെയും ചില അന്ധകാര ശക്തി വഴിയിൽ തടഞ്ഞ് പിടിച്ചു വെച്ചെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കണം, അതിന്റെ നടുവിൽ നിന്നൊരു വിടുതൽ ദൈവം എനിക്ക് നൽകിയിട്ട് 2026 ശക്തമേറിയ ഒരു ശുശ്രൂഷകനായി, ശക്തമേറിയ ഒരു ദൈവദാസിയായി എന്റെ ദൈവം എന്നെ മാറ്റാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വിലപ്പിടിപ്പുള്ളത് ദൈവത്തിന് അവൾ കൊണ്ടുപോവുകയാണ്. രാവിലെ ഓടുകയാണ്. ഞാൻ ഈ മറിയയുടെ ഓട്ടത്തെ കുറിച്ച് പറയുക. രാവിലെ ഓടി കല്ലറയ്ക്കലെത്തി. കൂടെ ആളുണ്ടായിരുന്നു. കല്ലറയ്ക്ക് അവിടെ നിന്ന് നോക്കിയപ്പോ വഴി ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവര് വരുന്ന വഴിക്ക് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. ശ്രദ്ധിക്കണേ, വഴി വെച്ച് ചോദിച്ചൊരു ചോദ്യം. അതിനകത്ത് ഒരു മർമ്മമുണ്ട്, അതിന് പറയാൻ വേണ്ടിയാ. വഴിയിൽ വെച്ച് പോകുന്ന സഹോദരിമാർ തമ്മിൽ പറയാണ്, യേശു വിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ യേശുവിന്റെ ശരീരം വെച്ച് കൊടുത്ത് വലിയൊരു കല്ലുരുട്ടി വെച്ച് അവർ കണ്ടതാ. 3 ദിവസം മുമ്പ് ആ കല്ല് അവർ കണ്ടതാണ്. ആ കല്ലുരുട്ടി വെക്കുന്നവർ കണ്ടതാ, സ്ഥലമൊക്കെ കണ്ടതാണ് അവർ. അപ്പൊ പോകുന്ന വഴിക്ക് അവർ ചോദിച്ചൊരു ചോദ്യമാണ്, നിസ്സാര ചോദ്യമാണ്. രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ആ കല്ല് നമുക്ക് വേണ്ടി ആർ ഉരുട്ടി മാറ്റും. അപ്പൊ ശ്രദ്ധിച്ചാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ദൈവിക മർമ്മം ഞാൻ പറയുക. ദൈവം എനിക്ക് കാണിച്ച ഒരു ആത്മാവിന്റെ ഒരു മർമ്മം പറയുക. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. അല്ലെ 3 പേര് സംസാരിക്കുക, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഈ ചോദ്യം എനിക്ക് തോന്നുന്നു കർത്താവ് കേട്ടു. സ്വതം വഴിയിൽ ചോദിച്ച ചോദ്യം എന്താ?
ആർ കല്ലുരുട്ടി മാറ്റും? സ്ഥലത്തെത്തിയപ്പോൾ വഴിയിൽ വെച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടി അവരെ കണ്ട് കല്ലുരുണ്ടു മാറിയതായി കണ്ടു. 2025 വിശ്വാസയാത്രയിൽ ഇതുപോലെ ചില ചോദ്യങ്ങൾ ചോദിച്ച ദൈവമക്കളെ, ഇതുപോലെ ചില ചോദ്യം വേദനയോട് ചോദിച്ച ദൈവദാസനെ, പുറമേ നോക്കിയാൽ ആരോഗ്യമുണ്ട്, പുറമേ നോക്കിയാൽ സൗന്ദര്യമുണ്ട്, എന്നാൽ ആരോടും പറയാൻ പറ്റാത്ത ചില വേദനകൾ ഉള്ളിൽ അടക്കി പിടിച്ച് 2025 ചില ചോദ്യം ചോദിച്ചില്ലേ? ആ ചോദ്യത്തിന് മറുപടി ഈ ദിവസങ്ങളിൽ കണ്ണിന് മുമ്പിൽ കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി വന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. അവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഓ സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ഒരുപാട് 2025 ദൈവം ഉറപ്പിച്ച ഒരു ശുശ്രൂഷയാണത്. വഴിയിൽ വെച്ച് ചുമ്മാ രണ്ടുപേര് പറയുക, സ്തോത്രം, വളരെ വേദനയോടെ സംസാരിക്കുക, ആര് കല്ലുരുട്ടി മാറ്റും? കർത്താവ് അത് കേട്ടു. എന്നാന്നറിയാമോ? ഒന്ന്, കാണാൻ പോകുന്നത് കർത്താവിനെയാ. 2, കയ്യിലുള്ള വിലപ്പിടിപ്പുള്ളത് കർത്താവിനാ. 3, അവിടെ ലക്ഷ്യം കർത്താവ് ഇരിക്കുന്ന സ്ഥലമാണ്. 4, ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആ ഡെഡ് ബോഡിയിൽ ശുശ്രൂഷ ചെയ്യാനാ പോകുന്നത്. 5, പ്രതീക്ഷയോടെ പോകുന്നത്. ഈ നാളുകളിൽ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവമക്കളെ, ലക്ഷ്യം കർത്താവിരിക്കുന്ന സ്ഥലമാണെങ്കിൽ, കയ്യിലുള്ളത് കർത്താവിനാണെങ്കിൽ, വിശ്വാസം ദൈവത്തിലാണെങ്കിൽ, കർത്താവിനെ കാണാനാണ് ഇറങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ യാത്രയിൽ, വിശ്വാസ യാത്രയിൽ വേദനയോടെ ചോദിക്കുന്ന ചോദ്യത്തിന് അല്പം കഴിയുമ്പോൾ മറുപടി കാണാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നു? വഴിയിൽ ചോദിച്ച, വേദനയോടെ ചോദിച്ച ചോദ്യങ്ങള്, ഒറ്റയ്ക്ക് പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് ചോദിച്ച ചോദ്യങ്ങള്, നടക്കുന്ന വഴിയിൽ വേദനയോടെ ചോദിച്ച ചോദ്യങ്ങള്, ഒറ്റയ്ക്ക് മുറിക്കകത്തിരുന്ന് കണ്ണുനീരോടെ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇതാ നിന്റെ കൺമുമ്പിൽ തന്നെ. ആ വിലങ്ങായി നിന്നത് ഉരുണ്ടു മാറി ഒരു സ്വതന്ത്ര വിശാലത കാണും. അത് കാണുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. അർത്ഥനാരഘടകം ശംഭവാനകസി. ജീവിത വഴിത്താരയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ ഉദരത്തെ കാർന്നു പിടിച്ച് കുടുംബത്തിനകത്ത് ചില നഷ്ടങ്ങളെ കൊണ്ടുവന്നു ആലോചിച്ചും ചിന്തിച്ചും തീരുമാനിച്ചും ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യുവാൻ കഴിയാതെ പെട്ടെന്ന് എടുത്തിയാടി ചെയ്തതിന് ഫലമായി വരുത്തിവെച്ച ചില നഷ്ടങ്ങളിലും ഭാരങ്ങളിലും പോയ ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവാത്മാ ഒരു ദൂത് പറയുക. ഒരു വിജയത്തിന്റെ വഴിയാ ദൈവം ഒരുക്കിയത്. പക്ഷെ പോകുന്ന വഴിയിൽ നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തി ചില ബന്ധനമാണ്. ഇന്ന് രാത്രി കർത്താവ് അതിൽ നിന്ന് ചില വ്യക്തികൾക്ക് വിടുതൽ ദൈവം കൽപ്പിക്കുന്നു. അത് വിശ്വസിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മതി, ഇനി ഈ ജോലി നീ കണ്ടിന്യൂ ചെയ്യണ്ട, മതി ഈ യാത്ര ഇനി കണ്ടിന്യൂ ചെയ്യണ്ട, മതി ഈ ശുശ്രൂഷ ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് മതി 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 എന്ന് പറഞ്ഞ് ഉത്സാഹത്തെ നിരുത്സാഹപ്പെടുത്തിയ ദുഷ്ടന്റെ തീയമ്പുകളെ ഇന്ന് രാത്രി ദൈവം മുറിച്ചു മാറ്റിയിട്ട് ഈ നാളുകളിൽ ഗിദിയോനെ പോലെ ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ ഒഴുവാൻ ദൈവം ഒരു പ്രത്യേക ഫലം ഈ നാളുകളിൽ ചില ദൈവമക്കൾക്ക് ദൈവം നൽകുക. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. സ്തോത്രം. എന്റെ വീട്ടില് ഇന്ന് ചൊവ്വാഴ്ചയാ. എല്ലാ ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് നടക്കാറുണ്ട്. ഒരുപാട് പേര് വിളിച്ചവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി പറയാറുണ്ട്. ആരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ഇങ്ങോട്ട് പറയില്ല. ഞാൻ പറയും ഇങ്ങോട്ട് പറയണ്ടെന്ന് പറയും. കാരണം നിങ്ങൾ പറഞ്ഞിട്ടല്ല ഒരു ദൂത് പറയുന്നത്. ദൈവശക്തനാണ്. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ കുറിച്ച് ആലോചന കർത്താവ് അറിയിക്കുമെന്ന് പറയും. പ്രാർത്ഥിക്കും, ആ ദൂതുകൾ ഏറ്റെടുക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ വിടുതൽ ലഭിക്കുന്ന എനിക്ക് തോന്നുന്നത് തമിഴ്ക്കാരും കന്നഡക്കാരും ഹിന്ദിക്കാരുമാണ്. പ്രാർത്ഥിച്ച് ദൈവം ഒരു ആലോചന പറയുമ്പോൾ പാസ്റ്റർ 5 മിനിറ്റ് വിളിച്ചു, പാസ്റ്റർ ദൈവം അതിന്മേൽ പ്രവർത്തിച്ചു. സ്തോത്രം. അറ്റാക്ക് ആയിട്ട് 5 ഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു പോകണ്ട, അവിടെ ചെല്ലുമ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ നെഞ്ചുവേനോട് കൊണ്ടുപോയി അച്ഛനെ എഴുന്നേറ്റിരുന്നു. പോയ ആള് തിരിച്ചു വന്നു. നമ്മുടെ കർത്താവ് ശക്തനാ. ഈ ശരീരമുണ്ടല്ലോ, ഈ വണ്ടി ആത്മാവിന് സഞ്ചരിക്കാൻ ദൈവം തന്നൊരു വണ്ടിയാ. പക്ഷെ ഈ വാഹനത്തെ ഇടയ്ക്ക് തകർക്കും, അധികം മുന്നോട്ട് പോകണ്ടെന്ന് ശത്രു പറയുമ്പോൾ ഒരു കാര്യം ദൈവങ്ങൾ ധൈര്യത്തോട് പറയണം, എടാ നിനക്ക് ഈ വണ്ടിയെ തകർക്കാൻ പറ്റുള്ളൂ, ഇതിനകത്ത് തമ്പുരാൻ നൽകി ആത്മാവിനെ തകർക്കാൻ നിനക്ക് സാധിക്കത്തില്ല. ഇന്നൊരു കാര്യം ഓർത്തോണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ആത്മാവിന് സഞ്ചരിക്കാൻ ദൈവം തന്ന ഈ ശരീരത്തെ ശത്രു രോഗങ്ങളായി കാർന്നു പിടിച്ചിരിക്കുക. നമുക്കറിയാം, തിരുവചനം വായിക്കുമ്പോൾ സ്തോത്രം, ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണാം. രക്തസ്രാവത്താൽ പിടിപെട്ട ഒരു സ്ത്രീ. ബൈബിൾ വായിക്കുമ്പോൾ മകളെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി ഇരിക്കാതെ പറഞ്ഞു. സത്യത്തിൽ ഇതൊരു ബാധയായിരുന്നു. ഞങ്ങളുടെ UP ചെന്ന് കഴിഞ്ഞാൽ ഈ വിഷയം പ്രസംഗിച്ചു കഴിയുമ്പോഴത്തേണ്ടല്ലോ സ്ത്രീകളൊക്കെ ഇങ്ങനെ താഴെ വീഴുകയാ. അന്ധകാര ശക്തി പല വിഭാഗം സ്ത്രീകളുടെ ഭ്രൂണം വളരുവാൻ അനുവദിക്കത്തില്ല. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊല്ലുകയാണ്. സ്ത്രീകൾക്ക് സാധാരണ വരുന്ന മാസമുറ വന്നു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. ആ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പലരെയും ചില ബാധകളാൽ പിടിച്ചിരിക്കുക. ഇന്ന്
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലർക്കും പരസ്യമായി പറയാൻ കഴിയുന്നില്ലെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചിലരുടെ വീടുകളിൽ അവരുടെ പെൺകുഞ്ഞുങ്ങളെ, ചില സ്ത്രീകളെ ഇതുപോലെ പിടിച്ചിരിക്കുന്ന അടിവയറിലും ഉദരത്തിന്മേലും പിടിച്ചിരിച്ച ചില ബാധകൾ പുറത്തു പറയുന്നില്ലെങ്കിലും അത് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇവിടെയായി ഇരിക്കുന്നത്, പക്ഷേ ദൈവത്തിന്റെ അതിശയമേറിയ കരം അങ്ങനെയുള്ള വ്യക്തികളെ ഉദരത്തെ തൊടുന്നുണ്ട്. ആ ബാധ അഴിഞ്ഞു മാറുന്നുണ്ട്. 2026 സ്വസ്ഥമായി കുടുംബത്തിന്റെ അകത്തിരുന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ ജയിച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. അങ്ങോട്ട് ഓടുകയാ. വഴിയിൽ ചോദിച്ച ചോദ്യത്തിന്, രണ്ടുപേരും വഴിയിൽ ചോദിച്ചു, കല്ലാരും ഉരുട്ടി മാറ്റും. വഴി ചോദിച്ച ചോദ്യത്തിന് കല്ലറ ചെന്നപ്പോ മറുപടി കണ്ട് കല്ല് മാറി. ഭയങ്കര അത്ഭുതം. എനിക്ക് തോന്നുന്നു സഹോദരിമാര് പറയുക, നമ്മൾ വഴി വെച്ച് ചോദിച്ചില്ലയോ അവിടെ വലിയൊരു തടസ്സമുണ്ടെന്ന്. അതെ, ഇതെങ്ങനെ മാറി? സ്തോത്രം. അതെങ്ങനെ മാറിയെന്ന് അറിയാമോ? യഹോഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. വീട്ടിന്റെ അകത്തിരുന്ന് അച്ഛനും മാമിയും സംസാരിച്ചില്ലേ? വീട്ടിന്റെ അകത്തിരുന്ന് കുഞ്ഞിന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ചില്ലേ? വീട്ടിന്റെ അകത്തിരുന്ന് മോന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ചില്ലേ? വീട്ടിന്റെ അകത്തിരുന്ന് വീടിന്റെ ബാക്കി പണികളെ കുറിച്ച് സംസാരിച്ചില്ലേ? വീട്ടിന്റെ അകത്തിരുന്ന് ജോലിയിലുണ്ടായ നഷ്ടത്തെ കുറിച്ച് സംസാരിച്ചില്ലേ? വീട്ടിന്റെ അകത്തിരുന്ന് കൊടുത്ത പണം തിരിച്ചു ലഭിക്കാതെ ഭാരത്തോട് സംസാരിച്ചില്ലേ? വീട്ടിന്റെ അകത്തിരുന്ന് വാങ്ങിയ വസ്തുവിനുമേൽ ഒന്ന് സ്ഥിരമായി നിൽക്കാൻ കഴിയാതെ, പണിത വീട്ടിന്റെ അകത്ത് സമാധാനമായി താമസിക്കാൻ കഴിയാതെ എന്തു ചെയ്യുന്ന ഭാരത്തോട് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിന് മറുപടി 2026 വിജയത്തോടെ കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മുറുകെ പറ്റുന്ന പാവവും സകല ഭാരമൊക്കെ ഉണ്ട്, ഓടാൻ പറ്റത്തില്ല. എല്ലാ ഭാരവും പാവവും ഒക്കെ വിട്ടിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു മറിയ. അവിടെ ആദ്യത്തെ ഓട്ടം ഓടി അവിടെ ചെന്നപ്പോ തന്നെ കല്ലറ തുറന്നു കിടക്കുന്ന ഒന്നും കണ്ടില്ല. എന്റെ ചിന്ത പറയാണ്, അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം തിരിച്ച് എവിടെ ഓടിയെന്ന് അറിയാമോ? ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടുകയാണ്. അവനോട് പറയുകയാണ്, ഞങ്ങൾ കല്ലറയ്ക്ക് ചെന്നായിരുന്നു, അവിടെ കർത്താവിനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ആദ്യം ഈ സഹോദരിമാർ അങ്ങോട്ടൊന്ന് ഓടി തൈലം പൂശാൻ, ഒന്നും കണ്ടില്ലെന്ന് കണ്ടപ്പം തിരിച്ചൊന്ന് ഓടി. അപ്പുറത്തിന് ശിഷ്യന്മാരോട് സഹോദരന്മാരല്ലേ, ആരോഗ്യം ഉണ്ടല്ലോ, അവരിച്ചിരി വേഗത്തിലങ്ങ് ഓടി. അപ്പോഴും ഇവര് ഓടുക. ഞാൻ ഓർന്നു നോക്കി, രാവിലെ ഒന്ന് ഓടി, പിന്നെ തിരിച്ചൊന്ന് ഓടി, പിന്നെ ഒന്നും കൂടെ ഒന്ന് ഓടുന്നു. നമുക്ക് മറിയോട് ചോദിക്കാം, സ്തോത്രം, രാവിലെ ഒന്ന് ഓടിയല്ലേ? അതെ. ഒന്നും കണ്ടില്ലല്ലോ. തിരിച്ചോടി വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ? അതെ. ഇനി അവർ ഓടണ്ട, നിങ്ങൾ ഓടണ്ട. ഇല്ല, ഓടാതിരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലേ 7 ഭൂതം പിടിച്ച് കടന്നതാ. സ്തോത്രം. അയൽപക്കക്കാര് തിരിഞ്ഞു നോക്കിയില്ല, സ്വന്തം ബന്ധുക്കാര് തിരിഞ്ഞു നോക്കിയില്ല. ഈ ഭൂതം വന്ന് കയറിക്കഴിഞ്ഞാല് ഞാൻ സ്വയം ശരീരത്തിൽ മുറിവുണ്ടാക്കുമായിരുന്നു, കയ്യിൽ കാണുന്നതൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുമായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ദൈവം എനിക്ക് തന്ന വിടുതൽ ഓർത്താൽ അവന് വേണ്ടി, അവനെ കാണുവാൻ വേണ്ടി, അവനെ ആരാധിക്കാൻ വേണ്ടി, എന്റെ ജീവിതത്തിലെ വിലപിടിപ്പുള്ളത് അവന് കൊടുക്കുവാൻ വേണ്ടി എത്ര വട്ടം ഓടിയാലും എന്റെ കാല് കിടക്കത്തില്ല. എത്ര വട്ടം ഓടിയാലും ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. എത്ര വട്ടം ഓടിയാലും എനിക്ക് അവനോടുള്ള കടം തീരത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, പല മറിയമാരും ഒന്നോടി, ചിലത് കണ്ടു, പിന്നെ ഓടാൻ പറ്റുന്നില്ല, ചിലർ ഓട്ടത്തിൽ പരാജയപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് രാത്രിയില് ഈ മറിയോട് ചോദിച്ച്, ഒന്ന് അങ്ങോട്ട് ഓടിയതാ, ഒന്നും കണ്ടില്ല, അവന് കൊടുക്കാനുള്ള വിലപിടിപ്പുള്ളത് എന്റെ കയ്യിലുണ്ട്, എന്റെ വേദനയോട് ഞാൻ തിരിച്ചോടി വന്നു. ഞങ്ങൾ സഹോദരിമാരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കഴിവുള്ള സഹോദരന്മാരെ വിളിച്ചു. അവർ ഞങ്ങൾക്ക് മുന്നമേ ഓടി, ഞങ്ങളും പുറകിൽ ഓടി. അങ്ങനെ ഒന്ന് അങ്ങോട്ടോടി, രണ്ടാമതൊന്ന് ഇങ്ങോട്ടോടി, പിന്നെ മൂന്നാമതൊന്ന് ശിഷ്യന്മാരുടെ കൂടെ അങ്ങോട്ട് ഓടുകയാ. ഓടി 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 അവൾ മടുത്തു പോകില്ല. ഈ ഓട്ടത്തിന്റെ ഫലം അവൾ കല്ലറയ്ക്കകത്ത് ജീവനുള്ള ദൈവത്തെ കണ്ടെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസനെ, എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, പല പ്രാവശ്യം അലഞ്ഞില്ലേ? യാക്കോബിനെ പോലെ വേദനയുടെ ഓടിയില്ലേ? ചില കാര്യങ്ങളിൽ ഭാരത്തോടെ ഓടിയില്ലേ? ആ ഓട്ടത്തിന് മറുപടി ഈ ദിവസങ്ങളിൽ കൺമുമ്പിൽ കാണും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കല്ലറയ്ക്കൊന്നും ഓടി കണ്ടില്ല. തിരി ശിഷ്യന്മാർക്ക് പറയാനൊന്നും ഓടി കണ്ടില്ല. തിരി ശിഷ്യന്മാർ കൂടെ ഒന്നും കൂടെ ഓടുകയാ. ഇനി 4ാമതൊരു ഓട്ടമുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, പറഞ്ഞിട്ട് ഞാൻ നടത്തിയേക്കാം. സ്തോത്രം. ഹല്ലേലൂയ. 4ാമത് ഓടുകയാ. എങ്ങനെ ഓടുന്നറിയാമോ? 3ാമത്തെ പ്രാവശ്യം നമ്മൾ ഓടി ഈ കല്ലറയ്ക്കൽ എത്തിയപ്പത്തിന് ശിഷ്യന്മാരൊക്കെ തിരിച്ചു പോകുന്നു. ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഒന്നും കണ്ടില്ലെന്ന് പറയപ്പത്തിന് വേഗത്തിലോടി കക്ഷികളൊക്കെ തിരിച്ചു പോകുന്നു. സഹോദരി അവളെ കൊണ്ട് പറ്റുന്നുള്ളൂ, അവളും പുറകെ അങ്ങ് ഓടി അവിടെ എത്തി.
ശിഷ്യന്മാർ പത്രോസ് കാത്തു കയറി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല, തിരിച്ചിങ്ങി പോകുന്നു. പക്ഷേ അവള് തിരിച്ചു പോകുന്നില്ല. എന്നാന്നറിയോ, അവക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവൾ ആഗ്രഹം എന്ന് ചോദിച്ചാൽ കർത്താവിനെ ഒന്ന് കാണണം. 2, കൊണ്ടുവന്നത് കർത്താവിന് കൊടുക്കണം. 3, ജീവിതത്തിൽ ചെയ്ത നന്മ ഓർത്താൽ അവനെ കാണാതെ പോകാൻ പറ്റത്തില്ല. ചിലർ ഓടുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. പത്രോസൊക്കെ ഓടി ഒന്നും കണ്ടില്ല, പണ്ട് കണ്ട ആ അനുഭവത്തിൽ ഓടുക, അല്ലാതെ കണ്ട് പുതുതായി ഒന്ന് കാണണം എന്നുള്ളൊരു ചിന്തയില്ല. ഇന്ന് രാത്രിയില് പരിചയത്തിന്റെ ആരാധന മാറ്റിയിട്ട് അനുഭവത്തിന്റെ ആരാധനയിലേക്ക് ഇറങ്ങണം. സ്തോത്രം. നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണുന്നത്, വായിക്കണ്ട. ഈ ശമൂവേല് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ തൈലക്കൊമ്പ്, ഈ കൊമ്പിന്റെ അകത്ത് തൈലം നിറച്ചോണ്ട പോകുന്നത്. ഞാൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട്, ഇത് കണ്ടിട്ടുമുണ്ട്. അവിടെ ഞാൻ കുറച്ച് നാൾ പഠിച്ചതാണ്, എനിക്ക് ആ ഭാഗം അറിയാം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഈ കൊമ്പിന്റെ അകത്ത് തൈലം, ഈ തൈലം കൊമ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ പിടിച്ചോണ്ട് അവർ പോകുന്നു. ഈ കൊമ്പിന്റെ അകത്ത് തൈലം പിടിച്ചോണ്ട്. ഈ തൈലം ഇല്ലെങ്കിൽ കൊമ്പ് തല തിരിച്ചു പിടിക്കും. തൈലമില്ലാത്ത കൊമ്പ് തലകീഴ നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ കൊമ്പ് ഒന്നിനെ കൊള്ളുള്ളൂ, കുത്താനേ കൊള്ളുള്ളൂ. പക്ഷെ തൈലമുള്ള കൊമ്പ് അങ്ങനെയല്ല. തൈലമുള്ളതുകൊണ്ട് ആരെയും കുത്തത്തില്ല, മാക്സിമം എല്ലാവരും സ്നേഹിക്കും, അതങ്ങ് ബലപ്പെടുത്തി പിടിക്കും. ഞാൻ പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ കാര്യം ഓർപ്പിക്കാറുണ്ട്, ഇപ്പൊ ഈ ഭാഗത്ത് ഞാൻ പറയുന്നില്ല, അങ്ങ് പിടിക്കാറുണ്ട്. അപ്പം ഈ തൈലക്കൊമ്പ് തൈലമൊക്കെ ഒഴിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നിട്ട് ഇശായിയുടെ ആദ്യത്തെ 3 മക്കൾ വന്നു, പട്ടാളക്കാരാ, ശൗലിന്റെ ഗവൺമെന്റ്. അപ്പം പുള്ളി തൈലം എടുത്ത് ഒഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ദൈവം തട്ടി, എടാ മോനെ, അയ്യോ അബദ്ധം ചെയ്തേക്കല്ലെന്ന് പറഞ്ഞു. കാരണം പുള്ളി പൊക്കമുള്ളവരെ കണ്ടപ്പം പുള്ളി ഓർത്തു, ഇതായിരിക്കും രാജാവ് ഓർത്തത്. അങ്ങനെയല്ല. കാരണം കർത്താവ് മനുഷ്യൻ പുറമെ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. അതുകൊണ്ട് നീ പുറമെ നോക്കരുത്, അവന്റെ പൊക്കവും വണ്ണവും നോക്കണ്ട. കാരണം ചോദിച്ചാല് പുള്ളി ആദ്യം പൊക്കവും വണ്ണവും ഒക്കെ നോക്കിയാ ഒരു പുള്ളി അഭിഷേകം ചെയ്തേ. ശൗലിനെ ആദ്യം അഭിഷേകം ചെയ്തത് പൊക്കവും വണ്ണവും ഒക്കെ നോക്കിയ. അപ്പൊ ഞാൻ ഓർത്തുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ പരിചയത്തിന്റെ അന്യഭാഷയും ഈ പരിചയത്തിന്റെ ആരാധനയൊക്കെ ഒന്ന് വിട്ടിട്ട് 2026 ഈ തലച്ചോറിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണപ്പാടെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ ഒന്ന് വിട്ടിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് ഈ വർഷം നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവമേ, ഞാൻ ഇവിടെ കാണാപ്പാടം വെച്ചതല്ല, ഈ വർഷം എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് പുതുതായിട്ട് ചിലർക്ക് സംസാരിക്കണമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് ആഗ്രഹിക്കുന്നു? അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. പരിചയത്തിന്റെ പരിചയം വെച്ചുകൊണ്ട് തൈലമെടുത്ത് ഒഴിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞു, വേണ്ട, പരിചയം വേണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പരിചയം മാറ്റി വെച്ചിട്ട് പിന്നെ ശമൂവേല് അനുഭവത്തിലൂടെയാ ചെയ്തത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ പരിചയങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് അനുഭവത്തിലേക്ക് ഇറങ്ങാവോ? ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളോട് ദൂത് പറയാനുള്ള യോഗ്യത എനിക്കില്ല, പക്ഷെ ദൈവം പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ദൂത് ഹൃദയത്തിൽ കിടക്കട്ടെ. 2026 പരിചയമല്ല, 2026 അനുഭവത്തിന്റെ ആരാധനയാ. അനുഭവത്തിന്റെ ആരാധന. അതിലൂടെ ദൈവം ചില പ്രവൃത്തികൾ വെളിപ്പെടുത്തുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ മറിയ കല്ലറക്കൽ എത്തിയിട്ട് മറിയ തിരിച്ചു വന്നില്ല, അവിടെ തന്നെ നിന്നു. മറിയ തിരിച്ചു നോക്കിയപ്പോഴത്തേന് കൂടെ ഓടി വന്ന പലരും തിരിച്ചുപോയി, കൂടെ വന്ന പലരും തിരിച്ചുപോയി, മുമ്പിൽ ഓടിയ പലരും തിരിച്ചുപോയി. എന്നാൽ അവൾ അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുക. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കൂടെ ഓടിയ പലരും, കൂടെ വന്ന പലരും, കൂടെ ചേർന്ന് നിന്ന പലരും തിരിച്ചു പോകുമ്പോൾ അല്പം ഒന്ന് ഒറ്റപ്പെടുന്ന എന്തിനാണെന്നറിയാമോ? ഒന്ന് ഒറ്റയ്ക്കാകുന്ന എന്തിനാണെന്നറിയാമോ? ആലോചിക്കുക, വന്ന പലർക്കും കാണുവാൻ കഴിയാത്ത ഒരുവനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നിന്റെ കൺമുമ്പിൽ ദൈവം കാണിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കട്ടെ. 2026 25 ഒറ്റപ്പെട്ടെങ്കിൽ 2026 ദൈവം കൺമുമ്പിൽ ചിലതൊക്കെ കാണിക്കാൻ പോവുകയാണ്. പറയട്ടെ, സാക്ഷികൾ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവൾ ഓടിയതിന്റെ ഫലം കാണുകയാ. കൂടെ വന്ന് ഓടിയിട്ട് പലരും പോയി, പക്ഷെ അവൾ അവിടെ തന്നെ. അവള് വന്ന ലക്ഷ്യം കാണാൻ ഞാൻ പോകത്തില്ല. ആരെ കാണാനായി ഇറങ്ങി വന്നത്? ആരോട് സംസാരിക്കാനായി ഇറങ്ങി വന്നത്? ആർക്കുള്ളതാ കയ്യിലുള്ളത്? ആരേൽപ്പിച്ചതാ കയ്യിലുള്ളത്? അങ്ങനെ കൊണ്ടുവന്നത് ആർക്കാന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, കയ്യിലുള്ളത് ആർക്ക് കൊടുക്കാനാന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, വിടുവിച്ചത് ദൈവമാന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, പലരും തിരിഞ്ഞു നടക്കുമ്പോൾ മറിയേ, നീ ഒറ്റയ്ക്കൊന്ന് നിൽക്കാമെങ്കിൽ ഒരു ശബ്ദം കേൾക്കാൻ പോവുക. എന്ത് ശബ്ദം എന്നറിയാമോ? അവിടെ കല്ലറിലേക്ക് നോക്കി കഴിഞ്ഞപ്പം 2 ദൂതന്മാർ നിൽക്കുന്നു. അവര് പറഞ്ഞു, സ്ത്രീയെ, നീ ആരെ തിരയുന്നു? അപ്പം അവള് പറഞ്ഞു, കർത്താവിനെ തിരയുന്നു. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞു. അപ്പം അവള് തിരിഞ്ഞു നോക്കിയപ്പം അപ്പുറത്തൊരാൾ നിൽക്കുന്നു.
മറിയ അവനെ അപ്പൊ അവൾ തോട്ടക്കാരെന്ന് വിചാരിച്ചു, നീ അവൻ എടുത്തോണ്ട് പോയെങ്കിൽ പറയാൻ പറഞ്ഞു. ഞാൻ ചിന്തിപ്പിച്ചൊരു ഭാഗം. അപ്പൊ മറിയ കല്ലറയ്ക്കകത്തേക്ക് നോക്കിയപ്പോൾ ദൂതന്മാർ അപ്പം പറഞ്ഞു, ദൂതന്മാർ പറയുന്നു അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു. പക്ഷെ കല്ലറ വിട്ടവള് വെളിയിലോട്ട് നോക്കി കഴിഞ്ഞപ്പത്തിന് ആര് നിൽക്കുന്നറിയാമോ? കർത്താവ് നിൽക്കുന്നു. അപ്പൊ കർത്താവ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം കർത്താവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കർത്താവ് മറിയെന്ന് വിളിച്ചപ്പം അവർക്ക് മനസ്സിലായി. എന്റെ ചിന്ത ഞാൻ പറയട്ടെ, കൂടെ വന്ന പലരും പോയപ്പം സ്തോത്രം, കൊണ്ടുവന്നത് ദൈവത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ, കർത്താവിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ, കർത്താവിനെ സ്നേഹിച്ചവൾ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, ഒന്ന് അവിടെ പിൻപിൽ ദൂതന്മാർ, രണ്ട് അവിടെ മുൻപിൽ ദൈവം. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ സാധിക്കും? ചില ഒറ്റപ്പെട്ട അനുഭവത്തില്, ചില ഭാരത്തോടെ നിൽക്കുന്ന അനുഭവത്തില് പിൻപിൽ ദൂതന്റെ ശബ്ദവും മുൻപിൽ ദൈവത്തിന്റെ ശബ്ദവും എന്റെ കാതിൽ ഞാൻ ഈ വർഷം കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം കരമൂർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ശബ്ദം കേൾക്കും. എന്നിട്ട് ഇനി നാലാമതൊരു ഓട്ടം കൂടെ പറഞ്ഞ് നിർത്താൻ പോവാ. ഇവള് പറഞ്ഞു, കർത്താവേ, പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ എന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നീ പറയണം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഞാൻ അവനെ കണ്ടു എന്ന് ചെന്ന് പറയണമെന്ന് പറഞ്ഞു. ഇപ്പം അവള് കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ? ഈ തൈലമാണ്. ആർക്ക് കൊടുക്കാനാ? കർത്താവിന് കൊടുക്കാൻ. പക്ഷെ കർത്താവ് അവക്ക് കൊടുത്തത് എന്നാണെന്നറിയാമോ? ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നീ വേഗം ചെന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നാലാമത് കേട്ടപ്പോഴുള്ള ഓടിക്കാണ്. അപ്പൊ രാവിലെ ഒന്നോടി, കണ്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചോടി, പിന്നെ ശിഷ്യന്മാരുടെ കൂടെ ഒന്നോടി, പിന്നെ നാലാമത് വരുന്ന ആ ഓട്ടത്തിന്റെ നിങ്ങൾ ആ മുഖം ഒന്ന് നോക്കിക്കേ. നാലാമത് വരുന്ന ഓട്ടം. ഞാൻ ചോദിക്കുക, മറിയാമാമേ, അങ്ങോട്ട് പോയപ്പത്തിന് കൊണ്ടുപോയി തൈലം ഉണ്ടല്ലോ? ഉണ്ട്. ആ തൈലക്കുപ്പി കയ്യിലുണ്ടല്ലോ? ഉണ്ട്. ഈ തൈലം എന്താ കർത്താവിന് കൊടുക്കാത്തത്? ഞാൻ വിലപ്പിടിപ്പുള്ള തൈലമായിട്ടാ പോയത് കർത്താവിന് കൊടുക്കാൻ. എന്നിട്ടോ അവിടെ ചെന്നപ്പോ കർത്താവ് പറഞ്ഞു, നീ കൊണ്ടുവന്നതല്ല വിലയേറിയത്, എനിക്ക് വിലയേറിയത് നീയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? 2026 നാം ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടതാണെന്ന് എത്ര പേര് തിരിച്ചറിയുന്നു? അവരവർ ദൂതുവാഹിയായി ദൈവം ഉപയോഗിക്കാൻ പോയാണ്. 2026 അഭിഷിക്തന്മാരെ പുതിയ ബന്ധങ്ങൾ ദൈവം നൽകാൻ പോയാണ്. 2026 ദൈവമക്കളെ, ദൈവദാസിമാരെ, അടയപ്പെട്ട വഴിയിലൂടെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോ. 2026 ദൈവമക്കളെ, ചില പടികൾ കയറുവാൻ കഴിയാതെ നിന്നെ നിലത്ത് നിർത്തിയെങ്കിൽ ഈ വർഷം ആ പടികൾ നീ കയറുകയാണ്. സ്വന്തമായി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, അതേ കർത്താവേ, ഈ വർഷം ഈ അനുഗ്രഹം എനിക്കുള്ളതാണ്, ഈ വർഷം ഈ അനുഗ്രഹം ഞാൻ പ്രാപിക്കും ദൈവമേ, ഞാനത് വിശ്വസിക്കുന്നു, ഞാനൊന്ന് അറിയുന്നു ദൈവമേ, ഞാൻ കൊണ്ട് തരുന്നതല്ല വിലപിടിപ്പുള്ളത്, ഞാനാണ് നിനക്ക് വിലയേറിയത്. സ്തോത്രം. അതല്ലേ ബൈബിൾ പറഞ്ഞു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കയാൽ. യെസ് മറിയ ഇപ്പം വരുന്ന വരവെന്ന് നോക്കിയേ, ഇപ്പൊ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. ഇപ്പൊ മറിയ പറയും, ആദ്യം എങ്ങനെ ഓടിയത്? കണ്ണുനീരോടെ ഓടി തൈലം പോശുവാൻ. രണ്ടാമത് എങ്ങനെ ഓടിയത്? അതിനും വലിയ കണ്ണുനീര് സങ്കടത്തോടോടി, അവനെ കണ്ടില്ലെന്ന്. മൂന്നാമത്തെ ഓട്ടം ഒന്ന് നോക്കിക്കേ. മറിയോട് ചോദിക്കുക, മൂന്നാമത്തെ ഓട്ടം എങ്ങനെയുണ്ട്? ഈ ഓട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ കയ്യിൽ അവനൊരു ദൂത് നൽകിയിട്ടുണ്ട്, ഇത് പറയാനാ ഞാൻ പോകുന്നത്. 2026 ഒരു ദൂതുവാഹിയായി നമുക്ക് മാറാം ദൈവമക്കളെ. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പറയേണ്ട ഒരൊറ്റ സംഭവം, നമ്മുടെ കർത്താവായ യേശു ദൂരഭാവിയിൽ വരും. ഒരു മാറ്റമില്ല. കർത്താവ് വരുന്നതിന് മുമ്പേ ഈ സുവിശേഷം ലോകം മുഴുവനും അറിയപ്പെടണം. ആര് പോകും? ആരെ അയക്കും? ദീർഘനാളുകളായി പരിധി വിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും പട്ടിണിയും ഞങ്ങൾ UP അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസമാണ്. ഞാൻ പറഞ്ഞു, 1,5253 ഗ്രാമങ്ങൾ, 75 ജില്ലകൾ, 27 കോടി, 26,88,00,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ്. ചെറിയ ചില ഗ്രാമങ്ങളിൽ മാത്രമാണ് സുവിശേഷം എത്തിയത്. ഞങ്ങൾക്ക് മാക്സിമം ഓടുന്നുണ്ട്, ഒരുപാട് ഗ്രാമങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ കർത്താവിനെ അറിയണ്ടേ? പക്ഷെ ആരും അവിടെ പോകാറില്ല. ഒരുപാട് വിസിറ്റേഴ്സ് വരാറുണ്ട് UPയിൽ, ഫോളോവേഴ്സ് ആരുമില്ല ദൈവമക്കളെ. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അവിടെ ഏത് സമയത്തും ഒരു മരണം ഉറപ്പാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സുവിശേഷ വരികൾ ഏത് സമയത്തും ഒരു ആൾക്കൂട്ട കൊലപാതകം ഇല്ലെങ്കിൽ ഒരു മരണം ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. പക്ഷെ ജീവിച്ചാലും കർത്താവിനായി, മരിച്ചാലും കർത്താവിനായി. അവനെ കണ്ടത് മരിച്ചവനായി കാണാൻ വേണ്ടിയാ ഓടിയത്, പക്ഷെ കണ്ടത് ജീവനായിട്ടാ കണ്ടത്. സ്തോത്രം. തിരിച്ചു വന്നപ്പോൾ അവിടെ കയ്യിൽ ഒരു ദൂതുണ്ടായിരുന്നു. ഇനി വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. പൗലോസ് പറയുന്നു, സകല ഭാരവും
മുറുകെ പറ്റുന്ന പാവം വിട്ട് എന്നെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ ക്രിസ്തുമതം സ്വീകരിച്ചതുകൊണ്ട് ഈ 3 പ്രശ്നമുണ്ടായി. തിരിച്ചു പോകാൻ പ്ലാനിട്ട് പൗലോസ് പറയാണ്, സ്തോത്രം, നിങ്ങള് സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. ഏതായി സാക്ഷികള്? 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. ഞാനതൊന്ന് തിരിച്ചു പറയട്ടെ. ഈ സാക്ഷികളായ എല്ലാവരും എന്ന് പറഞ്ഞാൽ 11-ാം അധ്യായത്തിൽ പറഞ്ഞ എല്ലാവരും ഒരു ഗാലറി ഇരിക്കുക. അപ്പൊ 11-ാം അധ്യായത്തിൽ പറഞ്ഞ ആൾക്കാരൊക്കെ ഗാലറി ഇരിക്കുമ്പം താഴെ എന്താണ്? കളിക്കളമാണ്. നമുക്കറിയാമല്ലോ, താഴെ ഇപ്പം ഓട്ടമോ ചാട്ടമോ ഫുട്ബോളോ കളിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്ലേ നടക്കുന്നത് ഒരു സ്റ്റേഡിയത്തിലാണ്. അപ്പം കളി കാണാനിരിക്കുന്ന ആൾക്കാരൊക്കെ സ്റ്റേഡിയത്തിലാണ്. എന്റെ ചിന്ത പറയട്ടെ, ഇവിടെ ഈ ഗാലറിയിൽ, ഈ സ്റ്റേഡിയത്തിൽ, ഈ ഗാലറി ഇരിക്കുന്നവരെല്ലാം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ് എന്ന് വേണ്ട ഈ വക വിശുദ്ധന്മാരെല്ലാവരും ഈ ഗാലറി ഇരിക്കുക. താഴെ ആരാന്നറിയാമോ? ഞാനും നിങ്ങളുമാണ് ഓടാൻ നിൽക്കുന്നത്. അപ്പം നമ്മള് ഇപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഓടാൻ നിൽക്കുകയാണ്. 2026 നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ചില രോഗങ്ങൾ വരും. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരാധിക്കാൻ പറ്റത്തില്ല, കൈ പൊങ്ങുന്നില്ല, ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഉറക്കെ അല്ലേലിയ പറഞ്ഞ, ഇപ്പൊ ഹാർട്ടിന് പ്രശ്നമായി, 5 ഗ്രാം കരഞ്ഞുകൊണ്ട് ശക്തമായിട്ടൊന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഓടി ആരാധനയ്ക്ക് പോയി, ഇപ്പൊ ഓടാൻ പറ്റുന്നില്ല, കിതപ്പ, എന്നെ കൊണ്ട് പറ്റുന്നില്ല ദൈവമേ, ഇത്ര ആരാധിച്ചിട്ടും എന്റെ ഈ രോഗം മാറുന്നില്ല, എന്റെ ഭാരം മാറുന്നില്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭാരത്തോടിരിക്കുമ്പോൾ ഈ ഗാലറിയിൽ നിന്ന് ആരിറങ്ങി വരും എന്നറിയാമോ? ഇയ്യോബ് ഇറങ്ങി വരും. എന്നിട്ട് ഇയ്യോബ് പറയും, പേടിക്കരുതേ, ഇതിലും വലിയ രോഗം വന്ന് രേഖം മുഴുവനും പുഴുവരിച്ചിട്ട് ഞാൻ എന്റെ ദൈവത്തിന് മുമ്പിൽ വിശ്വസോടെ നിന്നത് കൊണ്ട് ഞാൻ ഈ ഓട്ടക്കളത്തിൽ ഓടി ജയിച്ചിട്ടാണ് ഞാൻ ആ ഗാലറി ഇരിക്കുന്നത്. ഇന്ന് രാത്രിയില് ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുന്ന ദൈവമക്കളെ, അപമാനം ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവര് ചില വാക്കുകൾ പറഞ്ഞ് അപമാനിക്കുമ്പോൾ, ദേശത്ത് അപമാനിക്കുമ്പോൾ, കുടുംബത്തെ അപമാനിക്കുമ്പോൾ, സഹോദരൻ മുമ്പിൽ അപമാനിക്കുമ്പോൾ, എനിക്ക് നീ വിശ്വാസയുദ്ധം പറ്റത്തില്ല, കൂടെ ആരാധിക്കുന്നവരെ എന്നെ നിന്ദിക്കുകയാണ്, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ യോസഫ് ഗാലറിയിൽ ഇറങ്ങി വരും. യോസഫ് പറയും, ചെയ്യാത്ത തെറ്റിന് ഞാൻ അപമാനം സഹിച്ചതാ, ഞാനന്ന് പിടിച്ചു നിന്നത് കൊണ്ടാ ഇപ്പൊ ഞാൻ ഈ ഗാലറി ഇരിക്കുന്നത്. അതേ ദൈവമക്കളെ, നാം ഈ ഓട്ടക്കളത്തിൽ നിൽക്കുകയാണ്. ഓട്ടക്കളത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചുറ്റുപാട് വന്ന് നോക്കണം. ഈ ഗാലറി ഇരിക്കുന്നവരൊക്കെ ജയിച്ച ഭക്തന്മാരാണ്. നമ്മളെ വിട്ട് മരണത്തിലേക്ക് പോയി എത്ര ദൈവദാസന്മാരുണ്ട്, നമ്മുടെ സഭയ്ക്കകത്ത് മരിച്ചുപോയി എത്ര ദൈവദാസിമാരുണ്ട്, എത്ര അപ്പച്ചന്മാരുണ്ട്, എത്ര അമ്മച്ചിമാരുണ്ട്. അവരൊക്കെ ജയിച്ചിട്ടാണ് ഇന്ന് ഗാലറി ഇരിക്കുന്നത്. ആകയാൽ ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ പുറകിലേക്കല്ല നോക്കേണ്ടത്, നമുക്ക് വേണ്ടി നിൽക്കുന്ന നമ്മുടെ കർത്താവിന്റെ മുഖം നോക്കിക്കൊണ്ട് നമുക്ക് ധൈര്യമായി ഓടാം. അതാ പൗലോസ് പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് മുമ്പിൽ വിശിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. 2026 ഓട്ടത്തെ തടയുന്നതൊന്നും നമ്മുടെ അടുക്ക വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നാം ജയിക്കണം. അതിന് ഒരേ ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥനാ മുറിയിൽ തോറ്റുപോകരുത്. പ്രാർത്ഥനാ മുറിയിൽ തോറ്റാൽ ജീവിതത്തിൽ തോക്കും, പ്രാർത്ഥനാ മുറിയിൽ ജയിച്ചാൽ ജീവിതത്തിൽ ജയിക്കും. ഈ നാളുകളിൽ നമ്മുടെ ഓട്ടത്തിൽ നാം ജയിക്കുക തന്നെ ചെയ്യും. ഏത് തകർച്ച വന്നാലും, ഏത് എതിർപ്പ് വന്നാലും നാം ഓടി ജയിച്ചവരെ നോക്കിക്കൊണ്ട് തന്നെ ഓടും. തോറ്റവനെയല്ല, ഓടി ജയിച്ചവരെ നോക്കിക്കൊണ്ടോടും. നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്, പൗലോസ് ജയിച്ചവനാണ്, ഏലിയാവ് ജയിച്ചവനാണ്, പൗലോസ്തോത്രമറിയ പഴയ ഭക്തന്മാർ പത്രോസുടെ പലരും ഈ ഓട്ടക്കളത്തിൽ ജയിച്ചവരാണ്. അതുകൊണ്ട് തോപ്പിക്കാൻ ശ്രമിക്കുന്ന പൗരോഹിത്യ ബന്ധനങ്ങൾ, തോപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, തോപ്പിക്കാൻ ശ്രമിക്കുന്ന ബന്ധുമിത്രാദികളുടെ നടുവിൽ ഓടി ജയിക്കുവാൻ എബ്രായ ക്രിസ്ത്യാനികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ഉപദേശം കൊടുത്തപ്പോൾ അവർ ധൈര്യത്തോടെ മുന്നോട്ട് ഓടിയെങ്കിൽ, അവകാശം പ്രാപിക്കുവാൻ അവർ മുന്നിട്ടിറങ്ങിയെങ്കിൽ, ഈ വർഷം നാം ഓട്ടക്കളത്തിൽ ഓടി ജയിക്കും. ദൈവം വെച്ചിരിക്കുന്ന അവകാശത്തിന്മേൽ ഒരു ദുഷ്ടന്റെ ചെങ്കോലും അവകാശം പറയാൻ ദൈവം അനുവദിക്കത്തില്ല. അത് വിശ്വസിക്കുന്ന ദൈവജനം ഒരു പ്രാവശ്യം കൂടെ കരപുറത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ദൂതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാന് സ്തോത്രം ശുശ്രൂഷയോട് നിർത്തുകയാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അനുവദിച്ച ബഹുമാന്യ ദൈവദാസി പ്രിയ ബീനാൻറ്റി, കർത്താവിനദാസൻ വിജയ് പാസ്റ്റർ, പ്രാരംഭത്തിൽ പാട്ടുപാടിയ ദൈവദാസി എന്നെ കേട്ട എല്ലാ പ്രിയമുള്ളവർക്കും സാധുവായ എളിയവനായ എൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹം ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് വന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.